പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പ്രിയപ്പെട്ട വർഗബഹുജന സംഘടനകളുടെ ഭാരവാഹികൾ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള സഖാക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് പാർവതി ചേച്ചിയാണ്. സഖാവ് പാർവതി ദേവിയെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. പ്രകാശനം നിർവഹിച്ചിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സൂപ്രണ്ടായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ കോപ്പി തരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് താഴെ വെച്ച് തരും. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാർ ഒരു ധനകാര്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് കുത്തി നിറച്ചത്. ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിനു വേണ്ടി വസ്തുതകളുടെ ധവളപത്രം എന്ന ഇത്തരമൊരു പ്രസിദ്ധീകരണം തയ്യാറാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റുണ്ട്. ആ ബജറ്റിനെ പറ്റിയുള്ള ഹ്രസ്വമായൊരു അവലോകനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിതിവിവരക്കണക്കുകൾ വിശദമായി പ്രതിപാദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ വിശദമായി തന്നെ ഈ തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രത്തിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുമുണ്ട്. പ്രധാനമായും 5 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, നമ്മുടെ പൊതുമണ്ഡലത്തിലാകെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അസത്യമുണ്ട്. അത് 10 വർഷം LDF നാട്ടിൽ ഭരണം നടത്തിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആകെ ബാധ്യതകൾ അനിയന്ത്രിതമായി ഉയർന്നു എന്നതാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വസ്തുതാവിരുദ്ധമായ കാര്യം.